വ്യാഴത്തിൻ്റെ ദോഷഫലങ്ങൾ നമുക്കൊന്ന് സമഗ്രമായിട്ട് നോക്കാം. അതോടൊപ്പം പരിഹാരങ്ങളും നമുക്ക് നോക്കാം. 7-ാം ഭാവത്തിലെ മോശവ്യാഴം ജീവിതത്തിൽ മറ്റു മേഖലകളെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത്, അതിൻ്റെ ടോട്ടാലിറ്റി ഓഫ് ബാഡ് എഫക്ട്സ്, വ്യാഴത്തിൻ്റെ സമഗ്രമായിട്ടുള്ള ഒരു അവലോകനം നോക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം കുറച്ച് വിശദമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണം കുറച്ചും കൂടി നമ്മുടെ പഠനങ്ങൾ ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. എൻ്റെ അനുഭവങ്ങളും ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ അസ്ട്രോളജി ആയിട്ടുള്ള ക്ലാസ്സുകൾ തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം ഒരു ബേസ് ഉണ്ടാക്കണം. അതായത് നിങ്ങൾക്ക് ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു ബേസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ക്ലാസ്സും അതുപോലെ തന്നെ പല പല കാര്യങ്ങൾ അതിലും പറയും. എന്നാൽ പോലും ഇതെല്ലാം തന്നെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മുടെ അസ്ട്രോളജി ക്ലാസ്സുകളാണെങ്കിലും ഈ വീഡിയോസ് ആണെങ്കിലും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടാണ്. ഇതിലുള്ളത് അവിടെയും അവിടെ ഉള്ളത് ഇവിടെയും ഒക്കെ വരാം. ഇതിലില്ലാത്തത് അവിടെ വരാം, അതിലില്ലാത്തത് ഇവിടെ വരാം. അങ്ങനെ അപ്പം ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഒരാഴ്ചയിൽ ഒരു വീഡിയോ അല്ല 2 വീഡിയോ അല്ല 3 വീഡിയോയിൽ കൂടുതലൊന്നും ക്ലാസ് എടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ടെക്നിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടുമുള്ള കാര്യങ്ങളായിരിക്കും അവിടെ ചെയ്തു പോകുന്നത്. പക്ഷേ ആ സമയത്ത് കൂടുതൽ അറിവ് പഠിക്കാൻ നമ്മുടെ ഈ സീരീസ് ഉപകാരപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് എത്ര 290 എത്തുന്നു, 280 290 വീഡിയോ എത്തുന്നു. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്രയോ മണിക്കൂറാണ്, 100-150 മണിക്കൂറിന് മുകളിലാണ്. അപ്പം ഫസ്റ്റ് വീഡിയോ മുതൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 4, 5, 6 ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ കണ്ടന്റ് ക്ലോസ് ആവുന്നത്, നിർത്താതെ നോൺ സ്റ്റോപ്പായിട്ട് ഓടിയത്. അപ്പോൾ നമ്മളത് അങ്ങനെ പഠിക്കുക എന്ന് പറയുന്നതൊന്നും നടക്കില്ല. അപ്പോൾ കുറേ കാലം കൊണ്ടൊക്കെയാണത് കണ്ടു തീർക്കാനും പഠിച്ചു തീർക്കാനും ഒക്കെ പറ്റുന്നത്. എന്നെ 2 ദിവസം മുമ്പ് വളരെ സന്തോഷമുണ്ട്, ഒരാൾ വിളിച്ചിരുന്നു. കൺസൾട്ടേഷൻ എടുക്കാനാണെന്ന് പറഞ്ഞാണ് വിളിച്ചത്. പക്ഷെ വളരെ സന്തോഷത്തോടുകൂടി പുള്ളി പറഞ്ഞു എൻ്റെ അടുത്ത്, ഞാൻ ഏകദേശം 6 മാസം കൊണ്ട് അങ്ങയുടെ ഫസ്റ്റ് ക്ലാസ് മുതൽ ഞാൻ അവസാനത്തെ ക്ലാസ് വരെ ഞാൻ പല സമയങ്ങളിലായിട്ട് കണ്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം പഠിച്ച് ഇപ്പോൾ അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇപ്പോഴത്തെ തിങ്കൾ, ബുധൻ, വെള്ളി ഈ സമയങ്ങളിൽ വരുന്ന ക്ലാസ്സുമായിട്ട് ഞാനിപ്പം കറക്റ്റ് അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് എന്നോട് പറയുകയും ചെയ്തു, അങ്ങേക്ക് ഒരുപാട് മാറ്റമാണ് ഫസ്റ്റ് ക്ലാസ് മുതൽ ഇപ്പോഴത്തെ ക്ലാസ് വരെ നോക്കുമ്പോൾ എന്ന്. അതെത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഓരോ വർഷം കഴിയും തോറും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, പുതിയ കാര്യങ്ങൾ അറിയുന്നു. അപ്പം അതാത് കാലഘട്ടത്തിലെ അനുഭവങ്ങളും സാഹചര്യങ്ങളും മാനസികാവസ്ഥകളും എല്ലാമാണ് ക്ലാസ്സുകളിലൂടെ വരുന്നത്, ഞാൻ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നു എന്നറിഞ്ഞതിൽ അതൊരാളായാലും മതി. എനിക്കൊരാൾ വിളിച്ചാലും മതി. ഒരാൾ വിളിച്ചപ്പോൾ തന്നെ ഒരാൾക്കെങ്കിലും അത് ഉപകാരപ്പെട്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ട്. അപ്പം ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഇത് പഠിക്കാൻ പറ്റട്ടെ. നമ്മുടെ ഈ ജ്യോതിഷം എന്ന് പറഞ്ഞ ഋഷിമാരുടെ ഈ ഒരു സങ്കല്പത്തെ നമുക്ക് മനസ്സിലാക്കാനും അതിലെ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വ്യക്തിത്വ വികസനത്തിനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ ഒരു സ്റ്റെപ്പെങ്കിലും ഉയർത്താനും സങ്കടം ഒഴിവാക്കിക്കൊണ്ട്, ആവശ്യമില്ലാത്ത സങ്കടം വരാം, ജെന്യൂനായിട്ടുള്ള സങ്കടങ്ങൾ വരാം, പക്ഷെ എന്നാൽ പോലും ആവശ്യമില്ലാത്ത സങ്കടങ്ങളിൽ പെടാതെ, ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി വരാതെ മനസ്സിനെ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം, ഒരു നല്ല ലൈഫ്, ഒരു നല്ല വെൽബീയിങ് എന്നൊക്കെ വേണേൽ പറയാം, ഒരു ഹാപ്പി ലൈഫ് എങ്ങനെ കൊണ്ടുപോകാം, ജ്യോതിഷം എന്ന് പറയുന്ന ഒരു ഗൂഗിൾ മാപ്പിനെ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ സമഗ്രമായിട്ടുള്ള വ്യാഴത്തിൻ്റെ ഒരു ദോഷഫലത്തെക്കുറിച്ച് നോക്കാം. ടോട്ടാലിറ്റി ഓഫ് ബാഡ് എഫക്ട്സ് അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നാമത്തേത് ഞാൻ പറഞ്ഞ വിവാഹം വൈകുന്ന 7th ഹൗസിൽ സ്ത്രീജാതകത്തിൽ ജൂപ്പിറ്റർ നിന്നാൽ വിവാഹം വൈകും എന്നുള്ളൊരു അനുഭവമുണ്ട്.
അപ്പം ഞാനത് പല ഗ്രന്ഥങ്ങളിൽ തപ്പി നോക്കുമ്പം നമ്മുടെ ഇവിടുത്തെ ഗ്രന്ഥങ്ങളിൽ കാരകോ ഭാവനാശക എന്ന് പറയുന്നത് 7th ഹൗസിൻ്റെ കാരകൻ ശുക്രനാണ്, വീനസാണ്. അപ്പോൾ വീനസ് നിന്നാലാണ് വൈകുന്നത്. പക്ഷേ പല പെൺകുട്ടികളുടെയും 7ൽ ശുക്രൻ നിൽക്കുന്ന സമയത്ത് വളരെ വേഗം കല്യാണം നടന്നു പോകുന്നതും കണ്ടിട്ടുണ്ട്. എന്നാൽ വ്യാഴം 7ൽ നിന്നിട്ട് പോലും ശനി പൊതുവെ നിന്നാൽ വിവാഹം വൈകും, ശനിയുടെ ദൃഷ്ടി കൊണ്ടുണ്ടാൽ വിവാഹം വൈകും. അതല്ലാതെ വ്യാഴം പൊതുവെ നിന്നാൽ അങ്ങനെ വിവാഹം വൈകുന്നത് പുരുഷന്മാർ കണ്ടിട്ടില്ല, പക്ഷെ സ്ത്രീകളിൽ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഒരു 50 ഹൊറോസ്കോപ്പെങ്കിലും എൻ്റെ കയ്യിലുണ്ട് അങ്ങനത്തേത്. വിവാഹം വൈകി 32 വയസ്സായിട്ട് വിവാഹം നടക്കുന്നില്ല എന്നുള്ള ഒന്നീ ശനി വ്യാഴ ബന്ധം കാണും, അല്ലെങ്കിൽ വ്യാഴം ഒറ്റയ്ക്കായിരിക്കും. വ്യാഴം ഒറ്റയ്ക്ക് അവിടെ നിന്നാലും നമ്മൾ ആദ്യം നോക്കുന്ന ശനിയുടെ ദൃഷ്ടിയോ ശനിയുടെ ബന്ധമോ ശനിയുടെ നക്ഷത്രത്തിലോ ആണോ എന്നുള്ളതാണ്. എന്നാലും ഇതൊന്നും ഇല്ലാതെ വ്യാഴം 7ൽ നിന്നാൽ അത് വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഈ കാരകോ ഭാവനാശക എന്നൊരു പ്രമാണം വെച്ചിട്ട് നോർത്ത് ഇന്ത്യൻ സൈഡിൽ ചില ഗ്രന്ഥങ്ങളിൽ അവർ സ്ത്രീജാതകത്തിൽ വ്യാഴം ഒരു കാരകനായിട്ടും സൈലൻ്റ് കാരകനായിട്ട് വ്യാഴത്തെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുരുഷ ജാതകത്തിൽ ഒരു സൈലൻ്റ് കാരകനായിട്ട് പറയുന്നത് കുജനെയും പറയുന്നുണ്ട്. കുജന് ബലം പുരുഷ ജാതകത്തിൽ വരണം എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീ ജാതകത്തിൽ വ്യാഴത്തിന് നല്ല ബലം വരണം, എന്നാലേ ആ സ്ത്രീ കുടുംബിനി ആവൂ എന്നുള്ളത്, അതായത് കുടുംബത്തിന് കൊള്ളാം എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥം ഞാൻ വായിച്ചു ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുരുഷ ജാതകത്തിൽ പൗരുഷം വേണമെങ്കിൽ, അയാൾക്കൊരു പുരുഷൻ എന്ന് പറയുന്ന അതിൻ്റെ ക്വാളിറ്റീസ് വരണമെങ്കിൽ ഒരു ഫൈറ്റിംഗ്, അതായത് വീട്ടിൽ വഴക്കുണ്ടാക്കുന്നില്ല, അല്ലാതെ തന്നെ വ്യാഴത്തോടൊപ്പം ശുക്രനോടൊപ്പം ചൊവ്വയ്ക്കും ബലം വേണം, ധൈര്യം വീര്യം ഒക്കെ ഉണ്ടാവണമെങ്കിൽ ചൊവ്വയ്ക്കും ബലം വേണം എന്നുള്ളൊരു ഇത് കണ്ടു. ഒന്നും അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും എനിക്കത്ര യുക്തിക്ക് ചേരുന്നില്ല. കാരണം അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പുസ്തകമാണ്. എനിക്ക് ഒരുപാട് എങ്ങും തൊടാതെ ഒരു 40 വർഷത്തിന് മുമ്പ് ഇറങ്ങിയൊരു ഗ്രന്ഥമാണത്. ആ ഗ്രന്ഥത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഞാനത് എടുത്തു വെച്ചേക്കാം, ഞാൻ പറഞ്ഞു തരാം അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ അതിലാണ് ഇതിനകത്ത് അതൊരുപാടുണ്ട്, പഴയ ബുക്കുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വായിക്കാൻ അത്ര സുഖമില്ലാത്തൊരു പ്രിൻറ്റിങ് ആയതുകൊണ്ട് ചില ഏരിയകൾ മാത്രം ഞാൻ അത് വായിച്ചു പോയി. PV നരസിംഹറാവു എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള അസ്ട്രോളജറിൻ്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം ഈ ബുക്ക് റെഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ബുക്ക് കണ്ടതും ഈ ബുക്കിലെ ഒരുപാട് കണ്ടൻറ്റുകൾ നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. അതുപോലെ പല അസ്ട്രോളജേഴ്സും അത് പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഓഥറിൻ്റെ പേര് മറന്നുപോയി. അതെന്തായാലും ഇനിയൊരു ക്ലാസ്സിൽ ഞാനത് പറയാം. അപ്പോൾ അതിലാണെന്ന് തോന്നുന്നു ഇത് പറയുന്നുണ്ട്. അപ്പം വിവാഹം വളരെ വൈകാം 7th ഹൗസിൽ ജൂപ്പിറ്റർ നിന്നാൽ. അതുപോലെ തന്നെ വിവാഹം നടന്നാലും പങ്കാളിയുമായി മാനസികാകരം അനുഭവപ്പെടാം, ലോൺലിനെസ് ഇൻ മാരേജ്. അതാണ് അത് 7th ഹൗസ് ജൂപ്പിറ്ററിനും 2nd ഹൗസ് ജൂപ്പിറ്ററിനും വരാം എന്ന് ആ ഗ്രന്ഥത്തിലാണ് ഞാൻ ഈ 2ാം ഭാവത്തിൽ സ്ത്രീജാതകത്തിൽ വ്യാഴം നിന്നാലുണ്ടാവുന്ന ദാമ്പത്യ ദുരിതത്തെക്കുറിച്ചും കുറേ ഹൊറോസ്കോപ്പുകൾ വെച്ചിട്ട് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് ആ പുസ്തകത്തിൽ. എനിക്ക് തോന്നുന്നു ചാറ്റർജിയുടെ ബുക്കാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നത്, ഓർമ്മയില്ല. ഞാൻ എന്തായാലും അത് പറയാം. അത് അടുത്തത് നമ്പർ 2 എന്ന് പറയുന്നത് ഈഗോ ക്ലാഷുകളാണ്, ഇൻ്റലക്ച്വൽ അരഗൻസാണ്. വ്യാഴം മോശമായാൽ എനിക്കാണ് എല്ലാം അറിയാവുന്നത് എന്ന ഭാവം, പങ്കാളിയുടെ അഭിപ്രായങ്ങളെ പുച്ഛിച്ച് തള്ളുന്ന ഒരു പ്രവണത, എന്നിട്ട് ഞാൻ ഭയങ്കര ധർമ്മമുള്ള ആളാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി സ്വയം ശ്രമിക്കുകയും എല്ലാ കാര്യങ്ങളും നിഷ്ഠയായിട്ട് ചെയ്തു വെക്കുകയും ചെയ്യും. എന്നിട്ട് ആ ഈഗോ, അഹംഭാവം, മറ്റുള്ളവരെ പുച്ഛിക്കുന്ന ഒരു രീതിയും ഒക്കെ വരും. പങ്കാളി പറയുന്നത് കേൾക്കുന്നതിന് പകരം അവരെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുന്നു. ഇത് ദാമ്പത്യത്തിലെ സ്നേഹമില്ലാതാക്കുന്നു എന്നുള്ളതാണ്. ഇത് ഇൻ്റലക്ച്വൽ അരഗൻസ് എന്ന് വേണേൽ പറയാം. ഈഗോ ക്ലാഷുകൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. അടുത്തത് ബ്ലൈൻഡ് ഒപ്റ്റിമിസം ഇൻ ബിസിനസ് ആൻഡ് റിലേഷൻഷിപ്പ്. 7ാം ഭാവം ശുഭാപ്തി വിശ്വാസം നിവൃത്തി സ്ഥാനമാണല്ലോ. അപ്പം വ്യാഴം അവിടെ നിൽക്കുമ്പം ആയാൽ അമിതമായിട്ടുള്ള ശുഭാപ്തി വിശ്വാസം ആ ഭാവവുമായിട്ട് വരും. അതൊരു ബിസിനസ് ഭാവമാണ്. 7ാം ഭാവം എന്ന് പറഞ്ഞാൽ കൂട്ടുകച്ചവടത്തിൻ്റെ ഭാവമാണ്. അപ്പം മോശം വ്യാഴമുള്ളവർ മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കും.
കരാറുകൾ കൃത്യമായി വായിക്കാതെ ഒപ്പിടുകയോ പങ്കാളിയെ വിശ്വസിച്ച് പണം ഏൽപ്പിക്കുകയോ ചെയ്ത് വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വിശ്വാസവഞ്ചനയിൽ അമിതമായിട്ടുള്ള ശുഭാപ്തി വിശ്വാസം കൊണ്ട് കാരണം പോയി പെടാനുള്ള സാധ്യത ഉണ്ട്. ഇത് ആണ് അടുത്ത കാര്യം എന്ന് പറയുന്നത് ലീഗൽ ഇഷ്യൂസാണ്. വ്യാഴം ഒരു തരത്തിൽ പറഞ്ഞ ഉപദേശത്തിൻ്റെയും നിയമത്തിൻ്റെയും ഗ്രഹവും കൂടിയാണ്. അപ്പം 7-ൽ വ്യാഴം പിഴച്ചാൽ വിവാഹമോചന കേസുകളോ പങ്കാളിത്ത ബിസിനസ്സിലെ തർക്കങ്ങളോ നീണ്ടുപോകാനോ വലിയ സാമ്പത്തിക നഷ്ടം വരാനോ തൽനിമിത്തം കേസോ വഴക്കോ ലീഗൽ പ്രശ്നങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യതകളോ വരാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും. ഇനി ചില എക്സാമ്പിളുകളും കേസ് സ്റ്റഡീസും ഒക്കെ നോക്കിയാൽ നമുക്ക് ദ പ്രീച്ചർ ഹസ്ബൻഡ് ഓർ വൈഫ് എന്ന ഒരു കാര്യം, ഭർത്താവ് ഒരാളുടെ ജാതകത്തിൽ 7-ൽ വ്യാഴം നിൽക്കുന്നു, അതിന് ബലമില്ല എന്ന് തന്നെ കൂട്ടിക്കൊള്ളുക. ഇയാൾ ഭാര്യയോട് അല്ല ഭർത്താവിനോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതിന് പകരം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എപ്പോഴും ക്ലാസ് എടുക്കുന്നത് പോലെ സംസാരിക്കും. നീ അത് ചെയ്യണം, ഇത് ധർമ്മമല്ല, അങ്ങനെ പെരുമാറരുത് എന്നെപ്പോഴും തിരുത്തുന്നു. എന്നാൽ തിരിച്ചത് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? തിരിച്ചത് പറഞ്ഞാൽ ഇടിനാശവും വെള്ളപ്പൊക്കം വരും. അപ്പം ഇതിൻ്റെ പരിണിത ഫലമായിട്ട് എന്താ സംഭവിക്കുക? ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ഇവരോടുള്ള ബഹുമാനവും കുറയും. പ്രണയം, പാഷൻ ഇല്ലാതാവും അവരോട്. ദാമ്പത്യം വിരസമായ ഒരു ചടങ്ങായി അവശേഷിക്കും എന്നുള്ളതാണ് സത്യം. ദ പ്രീച്ചർ ഹസ്ബൻഡ് ഓർ വൈഫ്, അതത് നോക്കാവുന്ന ഒരു കാര്യമാണ്, ചിന്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഗുരുചണ്ഡാള യോഗം ഗുരുദോഷ യോഗങ്ങളിലൊന്നാണ്. അതിൽ രാഹുവിന് ബലം കൂടുകയും വ്യാഴത്തിന് ബലം കുറയുകയും ചെയ്യുന്നതാണ് ഗുരുചണ്ഡാള യോഗം. ജൂപ്പിറ്ററിന് ബലം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗണേശ യോഗം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഈ ഗണേശൻ കേതുവായിട്ടാണ് ബന്ധം വരുന്നത്. അപ്പോൾ ഈ ഗണേശ യോഗം എന്ന് പറയാൻ കാരണം ഒരു പക്ഷേ ഈ കേതുവിൻ്റെ പ്രശ്നത്തിനുള്ള പരിഹാരം രാഹുവാണ്. കേതു എവിടെ നിൽക്കുന്നോ ആ പ്രശ്നത്തിനുള്ള പരിഹാരം രാഹു നിൽക്കുന്ന സ്ഥാനത്തിലൂടെ ഉണ്ടാകത്തുള്ളതാണ്. ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം. അതിന് വ്യാഴത്തിന് ബലം കൂടി വ്യാഴയോഗത്തോടു കൂടി നിൽക്കുന്ന രാഹു ഗണേശയോഗമാണെന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ടൊരു യോഗമാണത്. പക്ഷേ അതിന് വ്യാഴം ബലം വേണം. രാഹുവിന് ബലം കൂടിയിട്ട് വ്യാഴത്തിന് ബലം കുറയുകയും ചെയ്താലുണ്ടല്ലോ, ഇയാൾ ഭാര്യയോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതിന് പകരം എപ്പോഴും ഇവർ സമൂഹത്തിന് വളരെ മാന്യന്മാരായിട്ട് അറിയപ്പെടും. ആത്മീയ കാര്യങ്ങൾ, ക്ഷേത്രപരമായിട്ടുള്ള വിഷയങ്ങൾ, ക്ഷേത്രത്തിലെ കാര്യങ്ങൾക്കൊക്കെ ഇടപെടും. എന്നാൽ രഹസ്യമായിട്ട് ഇവർക്ക് ഒന്നിലധികം ബന്ധങ്ങളോ ഉണ്ടായിരിക്കാം. രാഹു വ്യാഴത്തിൻ്റെ ധാർമ്മികതയെ മറികടന്ന് സുഖലോലുപതയിലേക്ക് നയിക്കുകയും ഇവർ നിരന്തരമായി അതിൽ കിടന്ന് കറങ്ങുകയും ചെയ്യും. എന്ന് വെച്ചിട്ട് വ്യാഴത്തിന് ഇതൊന്നും ഇല്ലയെന്നല്ല, വ്യാഴത്തിനും ഉണ്ട്, വ്യാഴത്തിന് പത്നി ഉണ്ടല്ലോ, ഇല്ലയെന്നല്ല. പക്ഷെ ഫോക്കസ് മാറിപ്പോവും. ഇവർ ഭയങ്കര സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ പറയും, സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഫോക്കസ് മാറും. അതായത് വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ ഒരാളുടെ ലൈഫിൽ. അപ്പം അതിൽ ഒരു 15, 20, 25 വർഷം വളരെ ഫോക്കസ്ഡായിട്ട് ഒരാൾ ഒരു വിഷയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് സക്സസ് അല്ലെങ്കിൽ അയാളൊരു കോൺട്രിബ്യൂട്ടർ ആണ് എന്ന് മറ്റുള്ളവർ പറയുന്നത്. അത്രയും പലപ്പോഴും ആൾക്കാർ ആ ഫോക്കസ് ചെയ്യാത്തത്, ചിലപ്പോൾ അവർ കോൺട്രിബ്യൂഷൻ എന്നുള്ള തലത്തിൽ അല്ലെങ്കിൽ പോലും അവരുടെ ലൈഫ് നമുക്ക് നോക്കുമ്പോൾ അറിയാം അവർ വളരെ ഹാപ്പിയാണ്, സ്വസ്ഥമാണെന്നുള്ളത്. പക്ഷെ അവർ അതിലേക്ക് എത്താതെ തന്നെ നിരന്തരമായ തിരിച്ചടികൾ വന്ന് താഴെ പോകുന്നതിൻ്റെ കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒറ്റ കാര്യമാണ്, ഫോക്കസ് പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ ആനയെപ്പോലെ വലിയ വിവേകവും ധാർമ്മികതയും ശക്തിയുമുള്ള വ്യാഴം എന്ന് പറയുന്ന ഈ മഹാഗ്രഹം രാഹുവിനെ പോലെ വിഷമുള്ള വന്യമായ ഊർജത്തെ വ്യാഴം തൻ്റെ വിവേകം കൊണ്ട് നിയന്ത്രിക്കുകയും രാഹുവിൻ്റെ വിഷം വ്യാഴം നിർവീര്യമാക്കുകയും ചെയ്യും. രാഹുവിൻ്റെ അതിരുകളില്ലാത്ത ആഗ്രഹം എന്ന ഗുണത്തെ വ്യാഴം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി തിരിച്ചു വിടുകയും, ഈ എൻ്റെ ഗുരു പറയുന്നൊരു ഡയലോഗുണ്ട്, വ്യാഴം നോക്കി നശിപ്പിച്ചു എന്ന്. വ്യാഴം അത്
ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കാത്ത രീതിയിൽ 4 പാടുകളും കർമ്മങ്ങൾ കൊണ്ടും നിയോഗങ്ങൾ കൊണ്ടും കടപ്പാടുകൾ കൊണ്ടും അല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെക്കും. അപ്പം അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗുരുചണ്ഡാള യോഗത്തിന്. പക്ഷേ അവിടെ അങ്ങനെയുള്ളവർക്ക് ഗവേഷണത്തിൽ ശാസ്ത്രം, ജ്യോതിഷം, തന്ത്രം, മന്ത്രവാദം തുടങ്ങിയിട്ടുള്ള ഗൂഢവിഷയങ്ങൾ, ഒക്കൾട്ട് സയൻസിൽ ഇവർക്ക് ആഴത്തിലുള്ള അറിവുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. വ്യാഴം ബലം വേണം, ഇല്ലെങ്കിൽ മുന്നോട്ട് പോകത്തില്ല. കുറച്ച് മുന്നോട്ട് പോയിട്ട് ഇതിനെല്ലാം വേറെ രീതിയിലൊക്കെ യൂസ് ചെയ്ത് അവരങ്ങ് നശിച്ചു പോകത്തേ ഉള്ളൂ. വ്യാഴം ബലമുണ്ടെങ്കിൽ, രാഹു കൂടെ ഉണ്ടായാൽ ഗണേശയോഗമാണ്. തടസ്സങ്ങളൊക്കെ മാറ്റി എങ്ങനെ മുന്നോട്ട് പോകണം, രഹസ്യമായിട്ടുള്ള ശാസ്ത്രങ്ങളായിട്ടുള്ള ജ്യോതിഷം, മറ്റ് ശാസ്ത്രങ്ങൾ, സൈക്കോളജി, തന്ത്രം, മാന്ത്രിക വിഷയങ്ങൾ തുടങ്ങിയിട്ടുള്ള ഗൂഢവിഷയങ്ങൾ, ഒക്കൾട്ട് സയൻസ്. മന്ത്രവാദം എന്ന് കേൾക്കുമ്പം ദുർമന്ത്രവാദമല്ല കേട്ടോ, സന്മന്ത്രവാദം ഒരു വലിയ സയൻസാണ് അത്. മന്ത്രവാദം തുടങ്ങിയ ഗൂഢവിഷയങ്ങളിൽ ഇവർക്ക് ആഴത്തിലുള്ള അറിവുണ്ടാകും. ആർക്കും മനസ്സിലാകത്തുമില്ല. പുറത്തധികം അങ്ങനെ പ്രചരിപ്പിക്കാൻ അവരത് നോക്കത്തുമില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നതല്ലാതെ അങ്ങനെ ചെയ്യത്തും ഇല്ല. പുതിയ കണ്ടുപിടുത്തങ്ങൾ, പ്രത്യേകിച്ച് ഇത് തുരന്നിറങ്ങാനുള്ളത് പഴയ അറിവുകൾ വ്യാഴമാണ്. ആ ബലവാനായിട്ടുള്ള വ്യാഴം, അപ്പം അത് ബേസ് പഴയ തന്നെയായിരിക്കും. പക്ഷേ പുതിയ സാങ്കേതിക വിദ്യ, കാലദേശങ്ങൾക്കനുസരിച്ച് പുതിയ സാങ്കേതിക വിദ്യയെ കോർത്തിണക്കാൻ ഇവർക്ക് കഴിയും എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം ജ്യോതിഷത്തെ അല്ലെങ്കിൽ നമ്മൾ ഈ ടെക്നോളജിയെ, ഇപ്പം ക്യാമറ ഉപയോഗിച്ചുകൊണ്ട്, ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ആത്മീയമായ വിഷയങ്ങൾ പ്രചരിപ്പിക്കാൻ നോക്കുന്നത്, അത് പഴയ ആൾക്കാർക്ക് യാഥാസ്ഥികമായിട്ട് വ്യാഴത്തെ മാത്രം ചിന്തിക്കുന്നവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ രാഹുവിൻ്റെ കണക്ഷനും കൂടെ വന്നാൽ മാത്രമേ, ബലവാനായിട്ടുള്ളൊരു വ്യാഴത്തിൻ്റെ കൂടെ നിൽക്കുന്ന രാഹുവിൻ ചേരുമ്പോൾ മാത്രമേ ബേസ് പഴയതായിരിക്കും, ആധുനികമായിരിക്കത്തില്ല. ബേസ് പുതിയതും ഇറക്കുന്നത് ഒരു ആധുനികതയുടെ മുഖംമൂടി, പഴമയുടെ ഒരു മുഖംമൂടിയോട് കൂടിയിട്ടുള്ള പുതിയ സാധനം ഇറക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗുരുചണ്ഡാള യോഗമാണ്. കാരണം ഗുരുപരമ്പരകളെ മൊത്തം നിഷേധിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. വന്ന പാരമ്പര്യത്തോടുള്ള, അങ്ങനെയല്ലാതെ തിരിച്ച് പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുകയും പാരമ്പര്യത്തിൽ ബേസായി നിൽക്കുകയും അതിൽ നിന്ന് മാറിയാൽ ടെൻഷൻ ആവുകയും ചെയ്യും. അതിൽ നിന്ന് ആ വ്യാഴത്തിൻ്റെ കാരകത്വത്തിൽ നിന്ന് മാറിയാൽ ടെൻഷൻ ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വിപ്രാളം വരാതെ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ഭക്തിയിൽ ഉറച്ചു നിൽക്കുകയും ഈശ്വരീയ വിഷയങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയും, എന്നാൽ കാലദേശങ്ങൾക്കനുസരിച്ച് യാഥാസ്ഥികതയിൽ നിന്ന് മാറി സഞ്ചരിച്ചുകൊണ്ട്, ഇപ്പോൾ കമ്പ്യൂട്ടർ വരുന്ന ഉപയോഗിച്ച് ജ്യോതിഷം ചെയ്യരുത്, പഞ്ചാംഗം നോക്കി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. പഞ്ചാംഗം പുസ്തകത്തിൽ ഒരു കാലത്ത് പ്രിൻ്റ് ചെയ്തില്ല, അതിന് മുമ്പ് താളിയോലയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കണക്കുകൾ എടുത്ത് കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെയുണ്ടോ അതിനെയെല്ലാം ആത്മീയമായിട്ട് അവരവരുടെ താളത്തിനനുസരിച്ച് ഉപയോഗിച്ച് ആൾക്കാരിലേക്ക് എത്താൻ ശ്രമിക്കുന്ന പണ്ഡിതന്മാരൊക്കെ ഒരു പരിധി വരെ വ്യാഴത്തിന് രാഹു സ്വാധീനമുള്ളവരായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇതെന്നല്ല, ഏത് മേഖലയിലും കോൺട്രിബ്യൂട്ടായിട്ട് വരുന്ന അൺകൺവെൻഷണൽ വിസ്ഡം ആൻഡ് റിസർച്ച്, ഇതിൻ്റെ ഒരു കോമ്പിനേഷനും കൂടിയാണ്. അത് ഞാനിവിടെ സാന്ദർഭികവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ സോഷ്യൽ റീഫോമേഴ്സ് ആവുന്നവർക്ക് ഈ ഒരു വ്യാഴബന്ധം, ഇത് ഗുരുചണ്ഡാള യോഗത്തിൻ്റെ ക്ലാസ് അല്ല, എന്നാൽ പോലും ഈ സാന്ദർഭികമായിട്ട് ഈ വിഷയം പറഞ്ഞപ്പോൾ ഒന്ന് പറയാം എന്ന് വിചാരിച്ചു. രാഹു അന്യമതസ്ഥരെയും സാധാരണക്കാരെയും സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇവർ ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള സ്പിരിച്വൽ ലെവലിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റും. കാരണം പലയിടത്ത് പല രീതിയിൽ ചിന്തിക്കുന്ന ഫാൻറ്റസികളിൽ നിന്നും മാറ്റി റിയാലിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കും എന്നുള്ളതാണ്. അവരുടെ ഫാൻറ്റസികളെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് ശരിക്കുള്ള കോറിലേക്ക്, ആത്മീയമായിട്ടുള്ള കോറിലേക്ക് ഇവരെ ചലിപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സമൂഹത്തിലെ അനാചാരങ്ങളെ ചോദ്യം ചെയ്യുകയും വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനുമൊക്കെ ഇവർക്ക് സാധിക്കും. ബലവാനായ വ്യാഴത്തോടൊപ്പം സർപ്പം നിൽക്കുന്നവർക്ക് വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ ഇവർക്കൊരു പ്രത്യേക കഴിവും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വിദേശ നേട്ടങ്ങൾ, വിദേശത്ത് പോയി സക്സസ് ആവാൻ, വിദേശ രാജ്യങ്ങളിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നേടാനോ അവിടെ വലിയ പദവികളോ സിഒയോ അല്ലെങ്കിൽ കൺസൾട്ടൻറ്റോ പ്രൊഫസറോ ഒക്കെ അങ്ങനെയുള്ള വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ വഹിക്കാനും ഉള്ള ഭാഗ്യം ഉണ്ടാവും. പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റിയിൽ ഭയങ്കര കഴിവുണ്ടാവും. വെറുതെ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നവരല്ല. അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ തത്വമസി തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള വിഷയങ്ങളെ പ്രായോഗികമായിട്ട് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും തന്ത്രശാസ്ത്രം, മന്ത്രവാദം അല്ലെങ്കിൽ മാന്ത്രിക ക്രിയകൾ തുടങ്ങിയ
വിഷയങ്ങളിൽ ഇവർക്ക് സിദ്ധി ലഭിക്കാനും അതിനുവേണ്ടി സമയം കണ്ടെത്താനും അതിനുവേണ്ടി എന്ത് പ്രതിസന്ധിയുള്ള കാലഘട്ടത്തിലാണെങ്കിലും അതിനുവേണ്ടി സമയം കണ്ടെത്താനും ശ്രമിക്കാനും പഠിക്കാനും ഇവർ ശ്രമിക്കുകയും ചെയ്യും. രാഹുവിൻ്റെ വ്യാഴത്തിൻ്റെ ജ്ഞാനം കൊണ്ട് ഇവർ കീഴ്പ്പെടുത്തും എന്നുള്ളത് ഉറപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് കൈവിട്ടു പോവും, എന്നാലും ആ വ്യാഴത്തിൻ്റെ ശക്തമായിട്ടുള്ള ബലം ഈ മായാസ്വരൂപനായിരിക്കുന്ന രാഹുവിൻ്റെ പല ഫാൻറ്റസികളിൽ നിന്നും മിറാഷിൽ നിന്നും ഓവർകം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വ്യാഴം ധനകാരകനാണ്, രാഹു കുറുക്കുവഴികളുമാണ്. അപ്പം ഓഹരി വിപണി, ട്രേഡിംഗ്, ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ പുതിയ ബിസിനസ് ആശയങ്ങൾ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളുടെ എല്ലാം പുതിയതായിട്ടുള്ള വഴികൾ ഒക്കെ വഴി ഇവർക്ക് പണം ഉണ്ടാക്കാനൊക്കെയുള്ളൊരു കഴിവ്, ആരും പോകാത്തൊരു വഴികളിലൂടെ കാലദേശങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ ഒരു സമൂഹത്തിൽ ഒരു ഉദാഹരണത്തിന് ഒരു ജ്യോതിഷിയാണെങ്കിൽ ആ ചുറ്റുവട്ടത്ത് ഒരുപാട് പേര് കാണും. എല്ലാവരും പോകുന്ന വഴിയിൽ നിന്ന് മാറി വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും ആ രീതിയിലൂടെ അവരുടെ ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള ജീവിതം വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഒരു രീതിയും ഇവർക്കുണ്ടാവാം. അത് ഏത് മേഖലയിലാണെങ്കിലും വരാം. അങ്ങനെയുള്ളവരെയൊക്കെയും നമുക്ക് അനുഭവത്തിൽ അറിയാം, അങ്ങനെയൊക്കെയുള്ളവരെയും കണ്ടിട്ടുണ്ട്. അപ്പം യാഥാസ്ഥികതയിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുമ്പോൾ ഒരുപാട് പ്രഷറുകളും ബുദ്ധിമുട്ടുകളും അതിനെ ഇഷ്ടപ്പെടുന്നവരുടെയൊക്കെ ശരിക്കും പുച്ഛമനോഭാവങ്ങളും ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നിരുന്നാൽ പോലും ഇവർക്ക് ആ ഒരു വിഷൻ ഉണ്ടാകും. ലോകം എങ്ങനെയാണ് മാറാൻ പോകുന്നത്, എങ്ങനെയാണ് ഇവരുടെ സ്പേസ് എവിടെയാണ് എന്നുള്ളത്, ആ സ്പേസ് മനസ്സിലാക്കി കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് ഷെയർ മാർക്കറ്റിലൊക്കെ നന്നായിട്ട് സക്സസ്ഫുൾ ആവാൻ കഴിയുകയും ചെയ്യും. ഇവർ അവരുടേതായ ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെടുത്താനും ഒക്കെ ഉള്ളത് നല്ലൊരു കഴിവ് ഇവർക്കുണ്ടാവുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വ്യാഴം ശക്തനാണെങ്കിലും രാഹു എപ്പോഴും ഒരു കലാപകാരിയാണ്. മറന്നുപോയത്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്നൊരു തോന്നൽ, ഇൻ്റലക്ച്വൽ അരഗൻസ് ഇവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സ്വന്തം മതത്തെയോ ഗുരുക്കന്മാരെയോ മേലധികാരികളെയോ ഒക്കെ വിമർശിക്കാനുള്ളൊരു പ്രവണത ഇവർക്ക് വരാം. തന്നെക്കാൾ ഉയർന്ന പൊസിഷനിലല്ലേ ഉയർന്ന തരത്തിരിക്കുന്നത്. എന്നാൽ അത് ക്രിയാത്മകമായ വിമർശനമായിരിക്കും. അത് ക്രിയാത്മകമായിട്ടുള്ള വിമർശനമല്ലാത്തൊരു സാഹചര്യങ്ങളിലേക്ക്, ആരോഗ്യകരമായിട്ടുള്ളൊരു വിമർശനമല്ലാത്തൊരു സാഹചര്യങ്ങളിലേക്ക് അത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളിലേക്കും ഗുരുത്വദോഷത്തിലേക്കും കൊണ്ടുവന്നെത്തിക്കും. അങ്ങനെ പോവാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള സ്വഭാവമുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഉൾവലിയുക എന്നുള്ളതാണ്, ഉൾവലിഞ്ഞ് നിൽക്കുക എന്നുള്ളതാണ്. അനുഭവം കൊണ്ട് പറയുന്നതാണ്. അത് പിന്നീട് ഒരു കാരണവുമില്ലാതെ ശത്രുതകളുണ്ടാക്കും. മനസാവാച അറിയാത്ത കാര്യങ്ങൾ വഴി ശത്രുത. എല്ലാവർക്കും ഈഗോ ഉണ്ട്. ആ ഈഗോ ഹെർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായ തിരിച്ചടികളും ബുദ്ധിമുട്ടുകളും വരാം. അപ്പം അതിലൊന്നും പോകുന്നതായിരിക്കും നല്ലത്. ഈ കാര്യങ്ങളൊക്കെ എത്ര എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ പോയി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെല്ലാവരും പെട്ടെന്നെല്ലാം മറക്കുന്നവരാവണമെന്നില്ല. അത് അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അത് പിന്നീട് ആ ബന്ധത്തിൻ്റെ നാശത്തിലേക്ക് പോവും. ഒരു സിങ്ക്, ഒരു ജെല്ല് വരാതാവും. അപ്പം പ്രത്യേകിച്ച് മേലധികാരികൾ, ഗുരുക്കന്മാർ, ജ്യോതിഷികൾ അല്ലെങ്കിൽ മെൻറ്റർ, അല്ലെങ്കിൽ നമ്മളുമായിട്ട് അടുത്ത് നിൽക്കുന്ന നമ്മൾ ബഹുമാനിക്കേണ്ട ആൾക്കാരെയൊക്കെ നമ്മളെപ്പോഴും അച്ഛനമ്മ അല്ലെങ്കിൽ ആ ഒരു ബന്ധമൊക്കെ എപ്പോഴും ഗുരുത്വം വേണ്ട സ്ഥലമൊക്കെ അങ്ങനെ തന്നെ നിലനിർത്താൻ തന്നെ ശ്രമിക്കുക. ഒരുപാട് സംസാരങ്ങൾക്കോ ഇതിലോ പോവാതെ ഇരിക്കുക എന്നുള്ളതാണ്. ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങളും ആരോഗ്യകരമായിട്ടുള്ളൊരു വിമർശനങ്ങളും മനസ്സിലാവുന്ന ആൾക്കാരല്ല ഓപ്പോസിറ്റ് നിൽക്കുന്നതെങ്കിൽ അത് വലിയ ശാപതാപങ്ങൾക്ക് കാരണമാവും. സമയം അറിഞ്ഞ് പേശണം എന്നുണ്ടല്ലോ, സമയം അറിഞ്ഞ് പേശണം, സഭയറിഞ്ഞ് പേശണം എന്നൊക്കെ തിരുവള്ളൂർ പറയുന്നത് ഒന്ന് ഓർത്ത് വെച്ചോളുക. ഇങ്ങനൊരു യോഗമുണ്ടെങ്കിൽ ഒരു പ്രശസ്തനായ തന്ത്രിയോ ജ്യോതിഷിയോ പരമ്പരാഗത അറിവുകൾ വെച്ചുകൊണ്ട് തന്നെ ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ പൂജാവിധികളോ പരിഹാര കർമ്മങ്ങളോ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജാതകത്തിലൊരു ശക്തനായ വ്യാഴവും പ്ലസ് രാഹുവും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും കൂടെ നിങ്ങൾ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രീസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജ്യോതിഷിയോ തന്ത്രിയോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ആധ്യാത്മിക ആചാര്യൻ ഒരുപാട് പരിവർത്തനങ്ങൾ നിങ്ങളുടെ സമൂഹത്തിലും ചുറ്റുപാട്ടത്തും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശക്തനായ ഒരു വ്യാഴം പ്ലസ് രാഹു യോഗം അവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, വളരെ പ്രശസ്തനായിട്ടുള്ള അസ്ട്രോളജർ
നമുക്കൊക്കെ വളരെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരായിട്ടുള്ള വാമദേവ ശാസ്ത്രികൾ എന്ന പേരുള്ള ഡേവിഡ് ഫ്രോളിയാണ്. ഡേവിഡ് ഫ്രോളിയുടെ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ആദ്യം ഈ യോഗത്തിൻ്റെ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ കാണുന്നത്. അപ്പം പ്രശസ്തനായ തന്ത്രിയോ ജ്യോതിഷിയോ പരമ്പരാഗതമായ അറിവ് വെച്ചുകൊണ്ട് തന്നെ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് പുതിയ പൂജാവിധികളോ പരിഹാരങ്ങളോ യോഗവിദ്യകളോ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് ചേരുന്ന രീതി എന്നാൽ പരമ്പരാഗതമായിട്ടുള്ള അടിത്തറയോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജാതകത്തിൽ ഉറപ്പായിട്ടും ബലവാനായിട്ടുള്ള ഒരു ജൂപ്പിറ്ററും രാഹുവും ഉണ്ടായിരിക്കും. ഈ ഗുരുചണ്ഡാള യോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പം ഞാൻ സാന്ദർഭികവശാൽ ഈ ഒരു വിഷയം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഞാൻ പ്രധാനമായിട്ട് നമ്മൾ 7-ാം ഭാവമാണ്. 7-ാം ഭാവത്തിൽ ബാഡ് എഫക്റ്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ബാഡ് എഫക്റ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ബലം കുറഞ്ഞ രാഹുവും വ്യാഴത്തിനാണ് ബലം കൂടുതലെങ്കിൽ ആഗ്രഹങ്ങളുണ്ടാവും എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിനും അല്ലെങ്കിൽ ആ ബന്ധങ്ങളിലേക്കൊക്കെ ചെന്ന് പെടാം. പക്ഷെ സാഹചര്യം ഒരിക്കലും സമ്മതിക്കത്തില്ല. അപ്പം പക്ഷേ കാരണം രാഹുവിൻ്റെ എല്ലാ മേഖലകളിലും വ്യാഴം കയറി കൈവെക്കും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ തിരിച്ച് രാഹുവിനാണ് ബലം, വ്യാഴത്തിന് ബലക്കുറവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വളരെ രഹസ്യമായിട്ട് ഒന്നിലധികം ബന്ധങ്ങൾ ഉണ്ടായിരിക്കും. രാഹു വ്യാഴത്തിൻ്റെ ധാർമ്മികതയെ മറികടന്ന് സുഖലോലുപതയിലേക്ക് പോയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനി അടുത്തത് ബ്ലൈൻഡ് ട്രസ്റ്റ്. എനിക്ക് നല്ല അനുഭവമുള്ള ഒരു കാര്യമാണിത്. ഈ പല ആൾക്കാരുടെയും എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരാൾ ബിസിനസ് തുടങ്ങും. ഫലം തൻ്റെ ബിസിനസ് പാർട്ട്ണറുടെയോ മറ്റുള്ളവരെയോ കണ്ണടച്ച് വിശ്വസിക്കും, കണക്കുകൾ പരിശോധിക്കില്ല. പരിണിത ഫലം പാർട്ട്ണർ പണവുമായി കടന്നു കളയും. ദൈവം സഹായിക്കും എന്ന ആത്മവിശ്വാസം കാരണം മുൻകരുതലുകൾ എടുക്കാത്ത പക്ഷം ജീവിതത്തിൽ എത്ര നല്ല ആളാണെങ്കിലും ജീവിതത്തിൽ ആ ഒരു ശ്രദ്ധയില്ലായ്മ തന്നെ വലിയ വിനയായി തീരും എന്നുള്ളതാണ്. രാഹു ബ്രേക്കറിൻ്റെ കാരകനാണ്. ബ്രേക്ക് ചെയ്ത് അടുത്തൊരു തലത്തിലേക്ക് കടത്തിവിടുന്ന ആളാണ്. ജീവിതത്തെ എക്സ്പാൻഡ് ചെയ്യുന്ന വ്യാഴത്തിനോടൊപ്പം നിൽക്കുമ്പം സ്വാഭാവികമായിട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള ടെൻഡൻസിയിൽ ഒരു ഫ്ലോയെ ബ്രേക്ക് ചെയ്ത് വേറൊരു തലത്തിലേക്ക്. അതുകൊണ്ടാണ് പലപ്പോഴും 7-ാം ഭാവത്തിൻ്റെ ദശയൊക്കെ നടക്കുമ്പോൾ രാഹുവിൻ്റെ അപഹാരമോ കേതുവിൻ്റെ അപഹാരമോ ഒക്കെ നടക്കുമ്പോൾ ബ്രേക്കപ്പുകളൊക്കെ വരുന്നത്. രാഹുകേതുക്കളും ബ്രേക്ക് ചെയ്യുന്ന ആളും കൂടിയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പം ഇവിടെ ബ്ലൈൻഡ് ട്രസ്റ്റ്, വ്യാഴത്തിന് ബലം കുറഞ്ഞാൽ ബ്ലൈൻഡ് ട്രസ്റ്റ് വരും. ഒരു കാരണവശാലും അത് ചെയ്യരുത്. വ്യാഴത്തിൻ്റെ കുഴപ്പമാണത്. എന്തിലാണെങ്കിലും കുറച്ച് ബാക്കിയിട്ട് വേണം അത് ചെയ്യാൻ മനുഷ്യരോട് ഇടപെടുമ്പം. കാരണം അപൂർണതയുള്ള മനുഷ്യരോട് ഇടപെടുമ്പം പൂർണ്ണത പ്രതീക്ഷിക്കുന്നത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അതുകൊണ്ട് തന്നെ അപൂർണരായ മനുഷ്യരോട് ഇടപെടുമ്പം നമുക്ക് അപൂർണതയുള്ളതുപോലെ അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ദൈവം സഹായിക്കും, ദൈവം മനസ്സിലാക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യുക്തി ഉപയോഗിക്കേണ്ടിടത്ത് യുക്തി ഉപയോഗിക്കണം. കുറച്ചൊന്ന് മാറ്റിയിട്ടേക്കണം. എപ്പോഴും മനസ്സമാധാനം ഉണ്ടാവുകയും ചെയ്യും. ചുരുക്കത്തിൽ 7-ാം ഭാവം വ്യാഴത്തിന് നല്ലതാണെങ്കിൽ രാജാവിനെ പോലെ ജീവിക്കാം എന്നുള്ളൊരു ഇതുണ്ട്. ഏറ്റവും വലിയൊരു സ്പെക്ടാക്കുലർ എഫക്റ്റാണ് ജൂപ്പിറ്ററിൻ്റെ 7th ഹൗസ് പ്ലേസ്മെൻറ്റ്. എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ബലവാനായിട്ടുള്ള വ്യാഴം ഗുരു 7 നിൽക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അത് ബലമില്ലെങ്കിൽ, വ്യാഴത്തിന് ബലമില്ലെങ്കിൽ വൈസ് ഫൂൾ എന്നാണ് പറയുന്നത്, അറിവുള്ള വിഡ്ഢി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അറിവുള്ള ഒരുപാട് അറിവുകളുണ്ടാകും, പക്ഷേ വിഡ്ഢിത്തരങ്ങൾ മാത്രം ചെയ്യുന്ന, ലൈഫിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കും കാലം എന്നുള്ളതാണ്. അറിവുണ്ടായിട്ടും പ്രായോഗിക ബുദ്ധി ഇല്ലാത്ത അവസ്ഥയാണിത്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഉദാഹരണമായിട്ട് വിഷ്ണു സഹസ്രനാമ ജപമാണ് പ്രധാനമായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത്. സർവേശ്വരകാരകത്വം ഉള്ളതുകൊണ്ട് തന്നെ വ്യാഴം ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശ്യാധിപൻ്റെയും നക്ഷത്രാധിപൻ്റെയും സ്വഭാവത്തിനനുസരിച്ചുള്ളൊരു ദേവതയെ കണ്ടെത്തണം. വ്യാഴം ഓരോ നക്ഷത്രങ്ങളിലും ഓരോ ഗ്രഹങ്ങളിലും നിൽക്കുന്നതിനനുസരിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫലങ്ങൾ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. നിങ്ങളതൊക്കെ കണ്ട് മനസ്സിലാക്കി
പഠിച്ച് ഉപയോഗിച്ചുള്ള പ്രധാനമായിട്ടും വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കുന്നത് വിഷ്ണുവിനെയാണ്. അതുകൊണ്ട് തന്നെ വിഷ്ണു സഹസ്രനാമ ജപം, അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം, വിഷ്ണു ഭഗവാന്റെ മഞ്ഞപ്പട്ടും ഒക്കെ സമർപ്പിക്കുന്നതും ഗുരുവായൂർ ദർശനം നടത്തുന്നതും അഷ്ടാക്ഷര മന്ത്രം ധാരാളം ജപിക്കുന്നതും ഒക്കെ വിശേഷമാണ്. ഇത്രയൊക്കെയാണ് എനിക്ക് വ്യാഴത്തെക്കുറിച്ച് പറയാനുള്ളത്. ഏകദേശം കുറേ കാര്യങ്ങൾ നമ്മൾ വ്യാഴത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സാന്ദർഭികവശാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോയി. ഇനിയൊന്നും ഞാനിതൊന്ന് റിപ്പീറ്റ് ചെയ്യുന്ന വിഷയങ്ങളാവില്ല. ഒരു പക്ഷേ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും പറയുകയും ചെയ്യുമ്പം ജിജ്ഞാസുകൾ ഇത് മറന്നു പോകരുത്, ഇത് പഠിച്ചു വെച്ചേക്കുക. ഈ അറിവുകളെല്ലാമാണ് വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരുടെ ജാതകങ്ങൾ വരുമ്പം പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യം മനസ്സിലാക്കുന്നത് ഈ പഠനങ്ങൾ തന്നെയാണ്. അപ്പം നിരന്തരമായിട്ട് പഠിച്ചു പോവുകയും ചെയ്യുക. അപ്പം എൻ്റെ തൊണ്ടയൊക്കെ ഇടറി തുടങ്ങി. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാനറ്റാണ് വീനസാണ്, ശുക്രനാണ്, സൗന്ദര്യത്തിൻ്റെയാണ്, നല്ല സുന്ദരനാണ് അല്ലെങ്കിൽ നല്ല സുന്ദരിയാണ്. അപ്പോൾ നമുക്ക് വളരെ ആർട്ടിസ്റ്റിക് നേച്ചറുള്ളൊരു പ്ലാനറ്റാണ്. ഈ വ്യാഴത്തെ പോലെ ആഠിത്യവും ഐശ്വര്യവും ഒന്നുമല്ല അവിടെ കുറച്ചുകൂടെ റൊമാൻറ്റിക്കാണ്, കലയാണ്, രസമാണ്. നമുക്ക് നോക്കാം, അടുത്ത ക്ലാസ്സിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വ്യാഴത്തിന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുക, വിഷ്ണു ഭഗവാനെ ആശ്രയിക്കുക. വിഷ്ണു ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.